നന്മ 24ലേക്ക് സ്വാഗതം. 3 സംസ്ഥാന അംഗൻവാടി പുരസ്കാരവും എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി CDSന് പുരസ്കാര ജേതാക്കളെ കാക്കനാട് അനുമോദിച്ചു. എൻ്റെ കുഞ്ഞുമക്കളാ, എൻ്റെ മോളേലും കൂടുതലായിട്ട് സ്നേഹിച്ച് ശരിക്കും സാറെന്നെ വിളിച്ച് പറയുമ്പോൾ പോലും എനിക്കത് വിശ്വസിക്കാൻ പറ്റണ്ടായിരുന്നു. വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു ഇത് കേട്ടപ്പം തന്നെ. ശരിക്കും പറഞ്ഞാൽ സങ്കടമാണോ സന്തോഷമാണോ എന്ന് അതാണ്. അപ്പം ഞാൻ സാറിനോട് വിളിച്ച് സാറോട് സങ്കടപ്പെടുത്തും വേണ്ട, നല്ല സന്തോഷത്തോടെ ഇരുന്ന. അങ്ങനെ അവാർഡ് പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ വേറെ ഏതോ ICDSനാണെന്നാണ് വിചാരിച്ചത്. മാഡം ഇങ്ങനെ ഓരോ അവാർഡും പറയും, എനിക്കിപ്പോഴും കോരിത്തരിക്കുന്നു. ആൻഡ് എനിക്കിപ്പോഴും ഞാൻ പറയുമ്പോൾ നമുക്ക് സങ്കടം. ഞങ്ങൾ വി ആർ വെരി പ്രൗഡ്. സുന്ദര പുഷ്പമേ നീ എനിക്കേകിയ. വിവിധ ഇനത്തിൽ നമുക്ക് 3 സംസ്ഥാന അവാർഡ് ജേതാക്കളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഈ ഒരു കയ്യടി പോരട്ടെ. നമുക്ക് ഈ വർഷത്തെ 2023-24 3 അവാർഡുകൾ, സംസ്ഥാനതല അവാർഡുകൾ നമ്മുടെ ഇടപ്പള്ളി ICDSന് ലഭിക്കുകയുണ്ടായി. ആ ഒരു ചടങ്ങും കൂടിയാണ് നമ്മൾ ഇവിടെ ഇന്ന് നടത്താൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു വനിതകളുടെ ഒരു അഹങ്കാരം കൂടെയാണ് തോന്നുന്നത് അല്ലേ? വനിതകൾ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഈ രംഗത്ത് വേറൊരാൾക്കും കൈയടക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് 2-3 മേഖല മാത്രമേ ഉള്ളൂ, വനിതകൾ മാത്രമുള്ളൊരു. ഒന്ന് ICDSൻ്റെ സൂപ്പർവൈസർ ഹെൽപ്പർമാർ, പിന്നെ ആശാ വർക്കർമാർ, പിന്നെ നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ RD ഏജൻ്റന്മാർ, പിന്നെ കുടുംബശ്രീ അംഗങ്ങൾ. ഇത് വനിതകൾക്ക് മാത്രം കൈയടക്കാൻ പറ്റിയ ഒരു 3-4 വേദികളാണ്. ആ തുണിത്തുമ്പിൽ നിന്ന് വിട്ടിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്തോട്ട് വരണത്. പക്ഷെ ഒരാഴ്ച വന്നു കഴിയുമ്പോൾ ആ കുട്ടി വീണ്ടും കരച്ചിൽ. എന്തിനാ അംഗൻവാടി പോകണമെന്നും പറഞ്ഞാൽ പിന്നെ കരയണത്? ശനിയാഴ്ച ദിവസമായാലും വരണമെന്നാണ് പറയണത്. എന്ന് വെച്ചാൽ നമ്മളുടെ പരിചരണവും സ്നേഹവും നമ്മൾ കൊടുക്കണതാണ് തിരിച്ചും കിട്ടുള്ളൂ. നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ 8-10 കുട്ടികളുണ്ടെങ്കിൽ അവരെയും നമ്മൾ സ്നേഹിക്കുക. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്ത് മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന അവരുടെ സ്വത്താണത്. ഇന്ന് നമുക്ക് അംഗൻവാടിയിലോ ഡേ കെയറുകളിലല്ലാതെ നമ്മുടെ കുട്ടികളെ ഒന്ന് വീട്ടിൽ തനിച്ചിരുത്താൻ പറ്റൂല, അടുത്ത വീട്ടിലിരുത്താൻ പറ്റൂല, ഒരു ബന്ധുക്കളുടെ അടുത്ത് ഇരുത്താൻ പറ്റൂല അല്ലേ? നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ 5-8 മക്കളുണ്ടാവും, മൂത്ത കുട്ടികളെ ഇളയത്തുങ്ങളെ നോക്കും, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലിരുത്താം. ഇന്ന് അതൊന്നും നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കണത്. വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കുട്ടികളെ വളർത്തി മുന്നേറാൻ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഇനി പ്രായവും നോക്കണ്ട, 2 വയസ്സായ കൊച്ചായാലും വേണ്ടില്ല, 70 വയസ്സായി തളർന്നു നടക്കണ അമ്മയായാലും വേണ്ടില്ല. ഒരാളെ വെറുതെ വിടില്ലാത്തൊരു കാലഘട്ടം. അപ്പം നമുക്കൊക്കെ ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ കുട്ടികളെയൊക്കെ വളർത്തി മുന്നേറാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാക്കയും കഴുകിനും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഏത് തരത്തിലാണ് ഇവരെ കൊത്തി കൊണ്ടുപോകാൻ പറ്റണമെന്നാണ് നോക്കണത്, ആക്രമിച്ച് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, 4ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചു മിഠായി കഴിച്ചപ്പം അതിലും ലഹരി ഉണ്ടെന്ന്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കറിയില്ല, മിഠായി കൊടുത്താൽ വാങ്ങിക്കാത്ത കുട്ടികളുണ്ടാകും. പ്രായമായവരും കൊച്ചു കുട്ടികളും മധുരപലഹാരം കണ്ട അത്ര ഷുഗറാണ് എനിക്കിരി ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പം നമ്മളും ആദ്യം നമ്മുടെ അംഗൻവാടിയിലേക്ക് കുട്ടികൾ വരുമ്പോൾ എന്താ കൊടുക്കണം? മധുരപലഹാരമൊക്കെ കൊടുത്താണ് നമ്മളും അവരെ സ്നേഹിച്ച് ആനയിച്ച് നമ്മുടെ കൂടെ ഇരുത്തണത്. അങ്ങനെയാണ് അവർ നമ്മളുടെ ആളാവണത്. അത് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ട് ചേർത്താൽ പോലും അവർക്ക് അംഗൻവാടിയിൽ വരണമെന്നാണ്. നമ്മളുടെ പഴയ രീതികളൊക്കെ മാറി ഇപ്പം അംഗൻവാടികൾ നല്ല ഫുഡും എല്ലാം കൊടുത്ത് ഒരു മാതാപിതാക്കൾ പരിചരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ പരിചരിക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും അവരുടെ പ്രായത്തിൻ്റെ അനുസരിച്ച് വിദ്യാഭ്യാസം കൊടുത്ത്, ഒരാളുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു കുട്ടിക്ക് അമ്മയാണ് ആദ്യത്തെ ഗുരു, അത് കഴിഞ്ഞാൽ അംഗൻവാടി ടീച്ചറാണ്. എത്രത്തോളം സ്നേഹിച്ച് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുമോ അതാണ് നമ്മുടെ മുതൽ. അല്ലാണ്ട് കുറേ വാരി പിടിച്ച് സ്വർണവും സമ്പാദ്യം ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നല്ല മക്കളായിട്ട് വളരാൻ നമ്മുടെ മക്കളെ നമ്മൾ സഹായിക്കുക. അതിനൊപ്പം നിങ്ങളെല്ലാ മാതാപിതാക്കളും കൂടെ നിൽക്കണം, അമ്മമാർ പ്രത്യേകിച്ചും. പിന്നെ ഇന്ന് നമ്മുടെ അവാർഡ് ജേതാക്കളുണ്ടല്ലോ, അവർ നിങ്ങൾ കുശുമ്പോട് കൂടി വേണം കാണാൻ കേട്ടോ. കാരണം എന്താണെന്നറിയാം, ഇവർക്ക് കിട്ടിയത് നാളെ നിങ്ങൾക്ക് മേടിക്കണം. അങ്ങനെ ഒരു മത്സരം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ കുശുമ്പ് മതി, അല്ലാതെ അവരെ ഉപദ്രവിക്കണ കുശുമ്പല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മനസ്സുകൊണ്ട് നാളെ ഇതെനിക്ക് നേടണം എന്നുള്ളത് ഈ അവാർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നണം. അപ്പം നാളെ നമുക്ക് അവാർഡ് ജേതാക്കൾ കൂടണം. എന്തായാലും നമുക്കൊക്കെ അഭിമാനമാണ് നമ്മുടെ തൃക്കാക്കരയ്ക്കും തൃക്കാക്കരയിലെ ഇടപ്പള്ളി ബ്ലോക്കിനും ഇങ്ങനെ അവാർഡ് ജേതാക്കൾ, അതുപോലെ അവാർഡ്
വാങ്ങിക്കുന്ന അംഗൻവാടി എല്ലാം ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ ഈ വർഷം 6 അംഗൻവാടിക്ക് പൈസ വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് പണിയാൻ. അതിൽ 4 എണ്ണത്തിന് സ്ഥലം കിട്ടി, 2 എണ്ണത്തിന് ഇപ്പോൾ ഉടനെ കളക്ടർ തരും. അപ്പോൾ 6 എണ്ണം നമ്മൾ പണിയും. സംസ്ഥാന ഗവൺമെൻറ് എല്ലാ വർഷവും അങ്കണവാടികൾക്ക് നൽകുന്ന ഒരു അവാർഡുണ്ട്. അങ്കണവാടി ജീവനക്കാർക്കും അങ്കണവാടിക്കും വേണ്ടി നൽകുന്ന അവാർഡ് 3 എണ്ണമാണ്, 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ. 2023-24 വർഷം എടപ്പള്ളി ICDS പ്രോജക്റ്റിന് കീഴിൽ 4 സെക്ടറുണ്ട്. 4 സെക്ടറിൽ നിന്നും നോമിനേഷനുകൾ വന്നിരുന്നു. ആ നോമിനേഷനിൽ ആകെ 3 അവാർഡേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 4 സെക്ടറിൽ നിന്നും വന്നത് ഒപ്പത്തിനൊപ്പമായിരുന്നു. കടമക്കുടി ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി നമ്പർ 6 ഒരു അങ്കണവാടിയാണ് 2 കാര്യങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത് വന്നത്. കടമക്കുടി പഞ്ചായത്ത് സെൻറ്റർ നമ്പർ 6 ശ്രീമതി സോബി TBയുടെ അങ്കണവാടി മികച്ച അങ്കണവാടിക്കുള്ള നോമിനേഷനും മികച്ച അങ്കണവാടി വർക്കർക്കുള്ള നോമിനേഷനും ഒപ്പത്തിനൊപ്പം വന്നു. സാധാരണ അതൊരു എന്താ പറയുക, ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഒരേ നോമിനേഷൻ തന്നെ 2-ൽ നിന്നും വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സോബി ടീച്ചറുടെ അവാർഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ തടസ്സപ്പെട്ടു. പക്ഷേ വളരെ നല്ലൊരു ഡോക്യുമെൻറ്റേഷനായിരുന്നു. ഏതായാലും നമ്മുടെ കൂടെ അവാർഡ് ജേതാക്കളെല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്? ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു? എടപ്പള്ളി ICDS പ്രോജക്റ്റിൽ 2023-24 വർഷം എന്താണോ കേരള സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്ന അങ്കണവാടി ജീവനക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ അവാർഡുകളും തന്നെ എടപ്പള്ളി ICDS കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഹ്ലാദത്തിൻ്റെ അത്യുച്ചകോടിയിലാണ് ഞങ്ങളെല്ലാവരും. ഈ അവാർഡ് ബാക്കി എല്ലാ അങ്കണവാടി ടീച്ചേഴ്സിനും ഒരു പ്രോത്സാഹനവും എല്ലാ സൂപ്പർവൈസേഴ്സിനും ഒരു പ്രോത്സാഹനവുമായിരിക്കും. എന്തായാലും നന്നായി പണിയെടുത്തിട്ട് തന്നെ വാങ്ങിച്ചിരിക്കുന്ന ഒരു അവാർഡ് തന്നെയാണ്. എല്ലാ അവാർഡ് ജേതാക്കളും സേവന തൽപരരായിട്ട് ജോലി ചെയ്യുന്നു. പ്രതിഫലം വളരെ കുറച്ചാണെങ്കിലും അതൊന്നും നോക്കാതെ സമൂഹത്തിനു വേണ്ടി സേവനം ചെയ്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ ജോലി ചെയ്യുന്ന 4 ജീവനക്കാരാണ് ഇവർ. അവാർഡ് തികച്ചും ഇവർക്ക് യോജിച്ചതാണ്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽ നഴ്സറി സ്കൂൾ മുതൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലുള്ള കുട്ടികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെയൊക്കെ ചേർത്ത് അവരുടെ ഇതെല്ലാം മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് അവർ കളിക്കാനും എല്ലാത്തിനും കൂടെ നിന്ന് അവരെ നല്ല പുഞ്ചിരിയോടൊക്കെ പെരുമാറുന്ന, പ്രത്യേകിച്ച് ഈ ഒരു ഫംഗ്ഷനിൽ കണ്ടത് എല്ലാവരും നല്ല ചിരി, എല്ലാവരും മുഖത്ത് നല്ലൊരു പുഞ്ചിരിയൊക്കെ കണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു അവാർഡാണ് ഇവർക്ക് കിട്ടിയത്. അത് പ്രത്യേകിച്ച് എടപ്പള്ളി അല്ലേ? എടപ്പള്ളി എടപ്പള്ളി ICDS എടപ്പള്ളി ICDSനാണ് ഈ 3 4 3 അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പണിയാം, ഈ അവാർഡ് ജേതാക്കളെ കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ. അല്ല, അവാർഡ് ജേതാവിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോഴും പറഞ്ഞെന്തറിയോ, സാറ് സംസാരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. അത്രത്തോളം എളിമയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ അവാർഡ് നേടിയതിൽ. അത് എടപ്പള്ളി ICDS തന്നെ ഈ 3 അവാർഡ് നേടിയതിൽ ഞങ്ങളുടെ സാറുമാർക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയണത്. എൻ്റെ സൂപ്പർവൈസറായാലും CDP ആയാലും ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അവാർഡിന്. എൻ്റെ സഹപ്രവർത്തകർ, ടീച്ചർമാർ, ഹെൽപ്പർമാരും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുമക്കളെ, എൻ്റെ മോളയിലും കൂടുതലായിട്ട് സ്നേഹിച്ച് ഈ അവാർഡ് നേടാൻ ഞാൻ ശരിക്കും സാറെന്നെ വിളിച്ച് പറയുമ്പോൾ പോലും എനിക്കത് വിശ്വസിക്കാൻ പറ്റണ്ടായിരുന്നില്ല. കാരണം ഈ ബ്ലോക്കിൽ കിട്ടുമെന്ന് മാത്രം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. സംസ്ഥാന അവാർഡ് നേടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. സാറന്മാരുടെയും എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ അവാർഡ് നേടിത്തന്നതിൽ അവരോട് ഞാൻ ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ശരി, അപ്പം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടായാലും നമ്മുടെ അടുത്ത് 2 വാക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരെയും കൂട്ടുത്തരവാദിത്തം ഒന്നിച്ചുള്ള പ്രവർത്തനമാണല്ലോ. അപ്പം ഇതിനെക്കുറിച്ച് എന്ന് പറയാം. ഈ പ്രീതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് പ്രീതി ഒരു SC കോളനി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ പ്രീതിയുടെ ഒരുപാട് സങ്കടങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രീതി അവിടെ ഒരു മതിൽ കെട്ടാൻ പറ്റില്ലായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ TV സെൻറ്റർ വെച്ച് ഒരു സെൻറ്ററായിരുന്നു. അപ്പോൾ അവിടെ ജനങ്ങൾ മതിൽ കെട്ടാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കണ ഇത്തിരി ശ്രമകരമാണ്.
അപ്പം പ്രീതി പറയും ഞാൻ അവിടെ വൃത്തിയാക്കുമ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യങ്ങൾ വരെ ഉണ്ടാവും സാറേ. പിന്നെ പോഷൻ വാടിയ ഇടുമ്പോൾ എല്ലാം കട്ട് ചെയ്ത് കളയും കുട്ടികൾ, ചെറിയ കുട്ടികൾ. അപ്പം ഞങ്ങൾ പറഞ്ഞു ആ കട്ട് ചെയ്യണ അവനെ കൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാനും നനക്കാനും അത് പരിപാലിക്കാനും ഏൽപ്പിക്കാൻ പറയും. അങ്ങനെ ചെയ്തു. പിന്നെ പ്രീതിനെ സംബന്ധിച്ച് പ്രീതി ജനങ്ങളോടുള്ള ഇടപെടൽ കോവിഡ് കാലത്താണെങ്കിലും പ്രളയ കാലത്താണെങ്കിലും ഒരു സേവന സന്നദ്ധയോടെ പ്രവർത്തിച്ച ഒരു പ്രവർത്തകയാണ്. അതും പിന്നെ കുട്ടികളെ നോക്കണ കാര്യം, കുട്ടികളെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു 2:30 മണിക്കൊക്കെ ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇയാൾ വരാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ കാത്തിരിക്കും. എന്നുവെച്ചാൽ പുള്ളിക്കാരത്തി കുട്ടികളെ ഭക്ഷണം കൊടുത്ത് അവിടെ ക്ലീൻ ചെയ്ത് കുട്ടികളെ കിടത്തി ഉറക്കിയ ശേഷമാണ് ആ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ആ കൊച്ചു എത്ര എപ്പോഴും ചൂലും വെള്ളവും ബക്കറ്റുമായിട്ട് നടക്കുമെന്നും പറഞ്ഞ് ഞാൻ കളിയാക്കും. എന്നാലൊരു നല്ലൊരു പ്രവർത്തകയാണ്, അവാർഡ് കിട്ടിയതിന് എനിക്ക് വളരെ സന്തോഷം. ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാൻ അല്ലേ? അത് പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചോളൂ, കൊച്ചു കുട്ടികളാണ്, ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പ്രായം. വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്തൊന്നും മാറി നിൽക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ അവരെ കുട്ടികളെ കണ്ടാലേ സാധിക്കും. ഏതായാലും മറ്റൊരാളുടെ അടുത്തും നമ്മൾ ചോദിക്കാം. എന്ത് പറയാം? വളരെ സന്തോഷം. ഈ അവാർഡ് അജിതകുമാരിയാണ്, 7ാം ഡിവിഷനിലെ 78ാം നമ്പർ അംഗൻവാടിയാണ്. ഈ അംഗൻവാടിയിൽ സാറ് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ സാറൊരു ഓഡിറ്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അവാർഡിൻ്റേതായ ഒരു ഓഡിറ്റാണെന്ന് പറഞ്ഞു. ഞാൻ സാറേ നമ്മളെല്ലായും തിരുമുടി ആയിട്ടുള്ളവരുണ്ട്, ഏജ് ആയുള്ള ടീച്ചർമാരുണ്ട്, അവർക്ക് വയ്ക്കാം. അപ്പോൾ സാറ് പറഞ്ഞത് കെട്ടിടത്തിൻ്റെ എങ്കിലും നമുക്ക് വയ്ക്കാം അജിതേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാറിൻ്റെ ഒരു ഇതിലാണ്, സാറാണ് ഫുൾ സപ്പോർട്ട് ചെയ്തത് വേണ്ടിയിട്ട്. അതിന് സാറിന് നമ്മുടെ ഇടപ്പള്ളി CDPO സാറാണ് ഇതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തന്നത്. പിന്നെ ഞങ്ങൾ ആദ്യം ഇതിനകത്ത് വാടക കെട്ടിടത്തിൽ കഴിഞ്ഞിരുന്ന സമയത്ത് കെട്ടിടം സ്വന്തമായി കിട്ടി കഴിഞ്ഞപ്പോൾ ഈ കെട്ടിടം 8 സെൻറ്റ് സ്ഥലത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കെട്ടിടമാണത്, വലിയൊരു കെട്ടിടമാണത്. അപ്പോൾ ഈ കെട്ടിടം അത് കേസായി, അത് 1 കോടി രൂപയുടെയാണെന്നുള്ള രീതിയിൽ കേസായി. അങ്ങനെ ഞങ്ങൾ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞ കുറേ സമയങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് സാറ് അവാർഡിന് വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ ഒരു വർക്കറുടെ വെക്കുന്നേക്കായും ഈ കെട്ടിടം ഒരു സമൂഹത്തിന് വേണ്ടി ഒരു കൗൺസിലർ സാധാരണ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കെട്ടിടം പൊതുസമൂഹത്തിൽ അറിയപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് എനിക്ക് ആ ഒരു മാനസിക കെട്ടിടത്തിന് വേണ്ടി വെക്കാനുള്ള ഒരു ഇത് കിട്ടിയതും. അങ്ങനെയാണ് സാറ് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തന്നു. അതിനുവേണ്ടി എൻ്റെ ഹെൽപ്പറും എൻ്റെ ഒപ്പം നിന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും രാവിലെ 9:30 വരുമ്പോൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ ഹെൽപ്പറും ഒപ്പം നിന്നു. ഞങ്ങൾ കൂട്ടായി, ഞങ്ങളുടെ പാരൻസും വെൽഫെയർ കമ്മിറ്റിയും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു. അവാർഡ് കിട്ടിയതിൽ ദൈവത്തോടും അതുപോലെ ഞങ്ങളുടെ സാർമാരോടും ഞങ്ങളുടെ സഹപ്രവർത്തകരോടും ഇത് സഹായിച്ചത്, അവാർഡിന് വേണ്ടിയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനൊക്കെ ഞങ്ങൾ കൂട്ടുകാരാണ് സഹായിച്ചത്. അപ്പോൾ അവരോടെല്ലാവരോടും ഈ അവസരത്തിൽ വളരെ നന്ദി. കൗൺസിലറോടും തുടർന്ന് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവിധ ബാക്കിയുള്ള കെട്ടിടത്തിൻ്റെ പണികളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് ഇപ്പോഴത്തെ കൗൺസിലറാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജനപ്രതിനിധികൾ എല്ലാവരും ഒന്നിച്ച് ഇവരോടൊപ്പം കൈകോർത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. എല്ലാവരുടെ ഒരു കൂട്ടുത്തരവാദിത്വമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൊച്ചു കുട്ടികളാണ്, ഒന്നും അറിയില്ല. അങ്ങനെ ആ ഒരു പ്രായത്തിലാണ് ഇവരുടെ അടുത്ത് വരുന്നത്. അപ്പം പഠിപ്പിക്കുന്നവരുണ്ട്, അതുകൂടാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അവാർഡ് കിട്ടി. ഏതായാലും നമുക്ക് ചോദിക്കാം, എന്തിന് വേണ്ടിയിട്ടാണ്, എന്ത് അവാർഡാണ് കിട്ടിയത്? ഇത് ഞങ്ങൾക്ക് കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള അവാർഡാണ് കിട്ടിയത്. കുഴിക്കാല, തെങ്ങോട് കുഴിക്കാല അംഗൻവാടിക്ക് ബെസ്റ്റ് അംഗൻവാടിക്കുള്ള അവാർഡാണ് കിട്ടിയത്. വളരെയേറെ സന്തോഷം ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ സങ്കടമാണോ സന്തോഷമാണോ എന്ന് അതാണ്. അപ്പം ഞാൻ സാറോട് സങ്കടപ്പെടുത്തും വേണ്ട, നല്ല സന്തോഷത്തോടെ ഇരുന്ന അത്രയ്ക്ക് നല്ല ഇതായിട്ടല്ലേ നിങ്ങൾക്കത് കിട്ടിയത്. ഇതിനിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ CDPO സൂപ്പർവൈസർമാർ, പിന്നെ ഇത് ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാം, പിന്നെ അതേപോലെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ ഒപ്പം നിൽക്കണതാണ് ഞങ്ങളുടെ കുട്ടികളുടെ പേരൻസ് മൊത്തം, അതുപോലെ വെൽഫെയർ കമ്മിറ്റി, പിന്നെ ഞങ്ങളുടെ കൗൺസിലർമാർ എല്ലാവരും ഞങ്ങളുടെ ഒപ്പത്തിന്, എല്ലാ കാര്യത്തിനും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒപ്പത്തിന് നിൽക്കണതാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഈ അവാർഡ് അവർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ഞങ്ങളുടെ കൗൺസിലർ, ഞങ്ങളൊരു ചെറിയ ഘട്ടത്തിൽ 16-17 പിള്ളേരായിട്ട് ഇരുന്നിട്ടാണ് ഒരു റൂമിൽ, അവിടുന്ന് ഞങ്ങൾക്ക് ഇത്രയും വലിയ ചെറിയ റൂമിലിരുന്നിട്ട് ഒരുപാട് വലിയൊരു അംഗൻവാടിയായിട്ട് തന്നെ ഞങ്ങൾക്കത് കയറ്റി തന്നെ അന്നത്തെ പ്രവർത്തകമായിട്ട് കയറ്റി കൊടുത്ത സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഇങ്ങനൊരു കെട്ടിടമൊക്കെ ഉണ്ടാക്കി തരാനും, അതുപോലെ ഞങ്ങളുടെ മറ്റെല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതെല്ലാം അന്ന് അതിന് മുമ്പുള്ള കൗൺസിലർമാരായാലും ഇപ്പോഴുള്ള കൗൺസിലർമാരായാലും ഞങ്ങൾക്ക് എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം നിന്ന് ഞങ്ങൾക്ക് എല്ലാ ഇതും ചെയ്തു തന്നെയുണ്ട്. ഞങ്ങളുടെ സൂപ്പർവൈസറാണ് എല്ലാവരും.
പിന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവർ പാലിക്കുന്നുണ്ടോളൊക്കെ നോക്കാൻ വേണ്ടി ആളുണ്ടാവണമല്ലോ. അങ്ങനെയുള്ള സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ അങ്ങനെ ഒരാളെ എടുത്ത് ചോദിക്കാം, ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, മേലിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഇവരെല്ലാവരും പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ചോദിക്കാം. ഇവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുട്ടിമുട്ടി കെട്ടിടങ്ങളുള്ള ഒരു നഗരസഭയിൽ 8 സെൻറ്റിൽ വളരെ വിശാലമായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു അംഗനവാടിയാണിത്. ഞാൻ ഈ തൃക്കാക്കരയിൽ ICD സൂപ്പർവൈസറായിട്ട് വരുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തൊരു ബിൽഡിംഗാണ്. കാരണം ഒരു വീടിന് തുല്യമാണ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ജീവിക്കാവുന്ന എല്ലാ ചുറ്റുപാടുകളും ആ കെട്ടിടത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അജിതയെ ഞാൻ സജസ്റ്റ് ചെയ്തത്, അജിതേനെ നിർബന്ധിച്ചതും ഈ അംഗനവാടി ബെസ്റ്റ് അംഗനവാടി അവാർഡിന് വെക്കണം എന്ന് പറഞ്ഞിട്ട്. അതിനുവേണ്ട നല്ല പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ഒരു ആൾ കൂടി ഇതിനകത്ത് നമുക്കൊന്ന് കാണുന്നുണ്ട്. ഇത് തൃക്കാക്കര നഗരസഭയിൽ ഇപ്പോൾ ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ട്, ഇപ്പം ഒരു ഓണാഘോഷം ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ആഘോഷങ്ങളുണ്ടോ അവിടെയൊക്കെ മുന്നിലുണ്ട്. നല്ല അതുകൂടെ അത് എല്ലാ കാര്യങ്ങളും ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചട്ടം പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം എല്ലാവരുടെ അവിടുത്തെ പുഞ്ചിരിച്ചും അത്യാവശ്യം നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്. ഏതായാലും നിങ്ങളുടെ ഒരു ടീമിന് തന്നെയാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത്. നേരത്തെ ഈ പറഞ്ഞ ആ വാക്കിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്, ടീം വർക്ക്. മാഡം ഞങ്ങളോട് 2023-24 അവാർഡ് വന്നിട്ടുണ്ട്, സർക്കുലർ വന്നിട്ടുണ്ട്. ഞങ്ങൾ സൂപ്പർവൈസറി മീറ്റിങ്ങിൽ മാഡം പറഞ്ഞെങ്കിലും ഞങ്ങൾ 4 പേരും വളരെ ലാഘവത്തോടു കൂടിയാണ് ഇത് എടുത്തത് സത്യം പറഞ്ഞാൽ. പക്ഷേ മാഡം വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, പറ്റില്ല, നിങ്ങളുടെ സെക്രട്ടറിയിൽ നിന്ന് എന്താണെങ്കിലും നിങ്ങൾ നോമിനേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു മനസ്സിലാണ് നമ്മൾ ഒരു സീനിയർ ഓഫീസർ പറഞ്ഞു എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയെങ്കിലും പിന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് നമ്മൾ എടുത്തതും നമ്മുടെ മനസ്സിൽ വന്നതും പിന്നെ ഈ പറഞ്ഞ മാതിരി അവർ സെക്രട്ടറിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത് തന്നതും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞേ കാച്ചിക്കുറുക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം എങ്ങനെയായിരിക്കണം ആ റിപ്പോർട്ടിംഗ് എന്നൊക്കെ ഉള്ളത്. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനത്തെ അവാർഡ് നോമിനേഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. കൃത്യമായിട്ട് CDPO നമുക്ക് ഡയറക്ഷൻസ് തന്നു, എന്തൊക്കെ വേണം ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതൊക്കെ, എങ്ങനെ വേണം, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം, ഏതൊക്കെ നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടീച്ചർ വർക്കേഴ്സ് ആണെങ്കിലും ഹെൽപ്പേഴ്സൊക്കെ ആണെങ്കിലും ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒന്നും പൊതുജനങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ സൂപ്പർവൈസേഴ്സ് ഓരോ ആലോചിച്ച് തന്നെ ഇരുന്ന് CDPO ആയിട്ട് ആലോചിച്ച് നമ്മൾ ഒരു പ്രാവശ്യം അവർ കൊണ്ടുവന്നു. ആൻഡ് നമ്മൾ വീണ്ടും ഡയറക്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. എന്തായാലും മാഡം ലാസ്റ്റ് ദിവസം വന്ന് നമ്മളെല്ലാവരും താഴെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ അവാർഡ് പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ വേറെ ഏതോ ICDSനാണെന്നാണ് വിചാരിച്ചത്. മാഡം ഇങ്ങനെ ഓരോ അവാർഡും പറയും, എനിക്കിപ്പോഴും കോരിത്തരിക്കുന്നു. ആൻഡ് എനിക്കിപ്പോഴും ഞാൻ പറയുമ്പോൾ നമുക്ക് സങ്കടം. ഞങ്ങൾ വി ആർ വെരി പ്രൗഡ്. ഇനി നമ്മൾക്ക് ബെസ്റ്റ് വർക്കർ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇവർ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം അടിത്തട്ടിൽ വരെ എത്തൂ. അപ്പം ടീച്ചേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ഇവരൊക്കെയാണ്. ഏതായാലും അവാർഡ് തേടിയെത്തിയല്ലോ, എന്തു പറയുന്നു? വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും ഞാനൊരു അവാർഡിനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ സഹപ്രവർത്തകരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ അവാർഡിന് വേണ്ടി അപേക്ഷിച്ചത്. അതിനൊപ്പം എൻ്റെ എല്ലാ സഹപ്രവർത്തകരും എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. അവരുടെ സഹകരണം കൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, മാക്സിമം ചെയ്യുന്ന വർക്ക്. അവാർഡിന് വേണ്ടി ഒന്നും ആയിട്ട് ഞാൻ ചെയ്തതല്ല. എൻ്റെ ജോലി ഞാൻ മാക്സിമം നന്നായി ചെയ്യാൻ ശ്രമിക്കും, അത് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ പേര് നിർദ്ദേശിച്ചതും അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും എൻ്റെ സൂപ്പർവൈസറും CDPO എൻ്റെ എല്ലാ സഹപ്രവർത്തകരും ചെയ്തു തന്നിട്ടാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർ, മറ്റെല്ലാവരും എൻ്റെ ഒപ്പം ഇതിന് നല്ല സപ്പോർട്ടാണ്. അതിൽ ഇതാണ് എളിമ. ഈ ഒരു അവാർഡ് കിട്ടിയിട്ടും മറ്റുള്ള അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഏതായാലും അപ്രതീക്ഷിതമായിട്ടാണ് ഒരു അവാർഡൊക്കെ ലഭിച്ചത്. എന്തു പറയുന്നു? ഞാൻ അവാർഡ് ജേതാവല്ല, നോമിനേഷൻ വെച്ചെങ്കിലും എന്നെ ഈ അവാർഡ് ജേതാക്കളുടെ കൂടെ പരിഗണിച്ച് അതിന് സാറിനും അതുപോലെ തന്നെ എനിക്ക് ഈ അവാർഡിന് നോമിനേഷൻ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ജെൻസി ടീച്ചർ, അതുപോലെ സൂപ്പർവൈസേഴ്സിൻ്റെ സഹപ്രവർത്തകർ. ഒപ്പത്തിനൊപ്പം നിന്നു. പക്ഷെ എന്നാലും ലാസ്റ്റ് തുല്യം തന്നെ. എന്നാലും അവാർഡ് കിട്ടിയവരല്ലേ മുൻഗണനയിൽ. അല്ല, അവാർഡ് കിട്ടിയെങ്കിലും അവാർഡ്
കിട്ടാൻ അർഹയായ ഒരാളാണ് എന്നുള്ളത് ഇവിടെ സംസാരിച്ചിരുന്നല്ലോ അല്ലേ? അപ്പൊ ഒരു അവാർഡ് ഇവരുടെ ഭാഗത്തൊക്കെ ഒരു നല്ലൊരു അവാർഡ് കിട്ടിയില്ലേ? ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുത്തത്. ഒറ്റ ദിവസം കൊണ്ടാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയത്. ആ ദിവസം കൊണ്ട് തന്നെ ഞാനിത് അവിടെ എത്തിക്കുകയും ചെയ്തു. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു അവാർഡ് നമ്മൾ അപ്പോഴും പ്രതീക്ഷിച്ചില്ല. കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ എന്നാലും എല്ലാവരുടെയും കൂട്ടത്തിൽ എന്നെയും പെടുത്തിയതിൽ എനിക്ക് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അതുപോലെ എൻ്റെ സഹപ്രവർത്തകർക്കും അതിനുവേണ്ടി സഹായിച്ച എൻ്റെ സൂപ്പർവൈസർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജെൻസി ടീച്ചർ, എല്ലാവർക്കും നന്ദിയോടെ. നേരത്തെ പ്രിയ പറഞ്ഞ പോലെ ഞങ്ങളുടെ CDPO ഞങ്ങൾക്ക് ഒരു പ്രത്യേക പ്രചോദനം തന്നായിരുന്നു. കാരണം മാഡം പറഞ്ഞു അവാർഡിന് നോമിനേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾ ആ കുട്ടികൾ ചെയ്യുന്ന വർക്ക്, നിങ്ങളൊരു നോമിനേഷൻ സമർപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഒരു സെക്ടറിൽ നിന്ന്. കാരണം ആ കുട്ടികൾ ചെയ്യുന്ന വർക്കിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു അംഗീകാരമാണതെന്നാണ്. അപ്പോൾ എൻ്റെ സെക്ടറിലാണെങ്കിൽ അവാർഡിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാവും, വാടക കെട്ടിടത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ അവാർഡിന് നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല, ബിൽഡിങ്ങിൻ്റെ കാര്യം കൊണ്ട് അവർക്ക് പോകും. അപ്പോൾ കടമക്കുടിയിൽ നോക്കുവാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഒരു നല്ല കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ വിരലിലുണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇപ്പോൾ MGNRGSൻ്റെ ഒരു ഇതിൽ കെട്ടിടം പണിതത് സോബി ടീച്ചറിൻ്റെ അംഗൻവാടി ആയിരുന്നു, വലിയ കടമക്കുടിയിൽ 6ാം നമ്പർ അംഗൻവാടി. അപ്പോൾ അതിൽ വെച്ചിട്ട് ടീച്ചറിൻ്റെ പ്രവർത്തനമാണെങ്കിലും വളരെ മികച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സാധാരണ എന്തെങ്കിലും ആരോടും ഒരു കാര്യം പറയുമ്പോൾ മടി വിചാരിക്കും, അത് ചെയ്ത് തരാനും റിപ്പോർട്ട് ഉണ്ടാക്കണം, കുറച്ച് പരിപാടികളുണ്ടല്ലോ അതിൻ്റെ പുറകിൽ. കുറേ പണികൾ എടുക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഇവരിഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതാരും കാണുന്നില്ല. അത് മുമ്പിലേക്ക് എത്തിക്കാൻ അതെ, അത് എടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ്. വേതനത്തിന്റെ കാര്യം കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള, നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ചെലവുകൾ അറിയാം. അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള തുക ഇവർക്ക് ലഭിക്കുന്നുള്ളൂ. അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം തീർച്ചയായും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകണം. നമുക്കറിയാം ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ ഒക്കെ ഇഷ്യൂസൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ വേതന വർധനവ് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടേണ്ടതാണല്ലോ. ഇതുകൊണ്ടൊരു കുടുംബം കഴിയാൻ പറ്റില്ല എന്നുള്ള അറിയാം. പക്ഷെ നിങ്ങൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്നു, നിങ്ങൾക്ക് അവാർഡുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേതനത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, ഞങ്ങൾക്ക് ഇപ്പം തുടങ്ങിയ കാലം മുതലേ തന്നെ ഞങ്ങൾ 700 രൂപ 300 രൂപയൊക്കെ കയറിയ ആളുകളാണ്. ഇത്രയും വർഷങ്ങളായി നമുക്ക് ഓണറേറിയമായിട്ടാണ് ഇപ്പോൾ തരുന്നത്. നമ്മൾ അംഗൻവാടി പഠിക്കുന്ന പറയുമ്പോൾ ഒരു പ്രീ സ്കൂൾ മാത്രമല്ല അവിടെ നടത്തുന്നത്. ഗർഭിണികൾ, പാവട്ടുന്ന അമ്മമാർ, ഏജ് കുട്ടികൾ, നമ്മുടെ ആ ഏരിയയിലുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അറിയപ്പെടുന്നില്ല. ഞങ്ങൾ ഇതുവരെ സമരത്തിനൊന്നും അങ്ങനെ ഇതായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അർഹതയുള്ളതാണ്. ഇപ്പോൾ ഒരു ടീച്ചർമാർക്ക് 40,000 രൂപയൊക്കെ സാലറി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് തുച്ഛമായ ഈ 13,000 രൂപയാണ് ഇപ്പോൾ ഈ ഒരു വർഷത്തിലുള്ള അയക്കണം. അതിൽ 500 രൂപ അവർ നമ്മുടെ PF നമ്മളിത് പിടിക്കും. ഇതാണ് നമ്മൾക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് നമ്മൾ പെൻഷൻ ആകുമ്പോഴൊക്കെ തരുന്നതെന്ന് പറയുന്നത്. ഓണറേറിയം എന്നുള്ളത് കൂട്ടിക്കിട്ടുവാനായിട്ടുള്ള ഒരു ഇതും കൂടി ഗവൺമെൻറ് നമ്മളോട് കാണിക്കണം എന്നാണ് ഈ അവസരത്തിലൊക്കെ പറയാനായിട്ട് കൂടിയുള്ളത്. ഏതായാലും വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് അവർ പറയുന്നത്. ഒരു 13,000 രൂപ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഓരോ ദിവസത്തെ ചെലവുകൾ അറിയാം. അത് തീർച്ചയായും ഗവൺമെൻറ് ഇത് പരിഹരിക്കേണ്ടതാണ്. ഇവരുടെ ഈ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ തീർച്ചയായും അംഗീകരിക്കേണ്ടതാണ്. ICDS എടപ്പള്ളിനെ അതും സംസ്ഥാനത്തിൻ്റെ 3 അവാർഡ് കിട്ടിയ ഒരു ICDS ഉണ്ടാവില്ല. ഒരു തദ്ദേശ സ്ഥാപനങ്ങളും തൃക്കാക്കര നഗരസഭയ്ക്ക് 2 അവാർഡാണ് കിട്ടിയത്. ഞങ്ങളെ ICDSനെ, ഞങ്ങളെ CDPOനെയും സൂപ്പർവൈസേഴ്സിനെയും ഈ ലോകത്തിൻ്റെ മുന്നിൽ ഇത്രയും ഉയർത്തി കാണിച്ചവരോട് ഞങ്ങൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. വളരെയധികം നന്ദി അവരോട്. നിങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലേ അതിശയുള്ളൂ. ഈ ഒരു പുഞ്ചിരിയോടെ പറയുന്നത് ഇത് നേരത്തെ തന്നെ, ഇപ്പോഴല്ല നേരത്തെ തന്നെ കിട്ടുന്നത്. ഇത് 3 അല്ല, അതിൽ കൂടുതലുണ്ടെങ്കിൽ മിക്കവാറും എല്ലാം ഈ എടപ്പള്ളിക്ക് തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഓരോ ഭാഗത്തു നിന്നുള്ളത്. അത് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട്, എടപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഈ കാണുന്ന ആളുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ കൈകോർത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഞങ്ങളൊക്കെ മുൻ അവാർഡ് ജേതാക്കളാണ്. ഏറ്റവും ആദ്യം ഞങ്ങളുടെ ഇടപ്പള്ളി ICDSൽ അവാർഡ് വാങ്ങിയതാണ് ബിന്ദു ടീച്ചർ. ഇതാണ് ബിന്ദു ടീച്ചർ. ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഏറ്റവും ആദ്യം അവാർഡ് മേടിച്ച ആളാണ്.
സെക്കൻഡ് ടൈമാണ് ഞാൻ മേടിച്ചത് 2013-14. അപ്പം അത് കഴിഞ്ഞുള്ള കാലഘട്ടം കുറേ നമുക്ക് 10 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ 2023-24 ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. സാറ് CDP പറഞ്ഞ പോലെ ഞങ്ങൾ ആഹ്ലാദ തിമിർപ്പിൽ തന്നെ ഒരു 3 അവാർഡ് ഞങ്ങൾ വാങ്ങിയതിൽ അടുത്ത വർഷം 5 അവാർഡും മേടിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സപ്പോർട്ടായിട്ട് തന്നെ ഞങ്ങൾ ചെയ്ത് എടപ്പള്ളി പ്രോജക്റ്റ് 5 അവാർഡ് ഞങ്ങൾ മേടിച്ചെടുക്കും. എല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ് എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലായി. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അതോടൊപ്പം നന്മ 24 ഇവരോടൊപ്പം കൈകോർക്കുന്നു. ഇതിൽ അവാർഡ് നേടിയവർക്കും അവാർഡ് കിട്ടാത്തവർക്കും ഇവരോടൊപ്പം കൈകോർത്ത് നിന്ന് എല്ലാവർക്കും നന്മ 24ൻ്റെ ബിഗ് സല്യൂട്ട്സ്.